എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 7ാം ക്ലാസ് ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള, അതായത് ഇംഗ്ലീഷിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. കൂടാതെ ഇനി ഏത് വിഷയത്തിൻ്റെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. റീഡ് ദി ഗിവൺ പോയം ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. വീഡിയോ ലെങ്ത് ആവുന്നത് കാരണം ഈ പോയം ഇവിടെ വായിക്കുന്നില്ല, നിങ്ങൾക്ക് സ്ക്രീൻ പോസ്റ്റ് ചെയ്ത് വായിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ ഓവറോൾ മൂഡ് ഓർ അറ്റ്മോസ്ഫിയർ ഓഫ് ദി പോയം? ആൻസർ: the overall mood of the poem is one of joy, merriment and celebration of nature's beauty and life's pleasure. രണ്ടാമത്തെ ചോദ്യം: who are the people mentioned in the poem who are enjoying the festivals? Answer: the people mentioned in the poem who are enjoying the festivals are Mary, Susan, Emily. They are singing and having a good time with the poet. Third question: what is the main message or theme of the poem? Answer: C. The joy of life and merriment. Question 4. Find out one example for alliteration from the poem. Answer: sing the sweet. അഞ്ചാമത്തെ ചോദ്യം: ഐഡൻറ്റിഫൈ ദ റൈം സ്കീം ഓഫ് ദി പോയം. ആൻസർ: A, B. ആക്ടിവിറ്റി 2 ഡയറി ആണ്. ഇറ്റ് വാസ് എ വെരി ഹാപ്പി സമ്മർ വെക്കേഷൻ ഫോർ ടോട്ടോ ചാൻ ആൻഡ് ഹെർ ഫ്രണ്ട്സ്. ഹി വുഡ് നെവർ ഫോർഗെറ്റ് ദ എക്സ്പീരിയൻസ് ഓഫ് വിസിറ്റിംഗ് ദ ഹോട്ട് സ്പ്രിംഗ്. ഷീ തോട്ട് ഓഫ് എൻ്ററിങ് ഹെർ ഫീലിംഗ്സ് ഇൻ ഹെർ ഡയറി. റെഡ് ദ ഡയറി എൻട്രി ഓഫ് ടോട്ടോ ചാൻ. ടോട്ടോ ചാൻ്റെ അന്നത്തെ ദിവസത്തെ ഡയറിയാണ് എഴുതേണ്ടത്. സമ്മർ വെക്കേഷൻ അവൻ ഫ്രണ്ട്സിൻ്റോടൊപ്പം പോയിട്ടുള്ള എക്സ്പീരിയൻസ് കൂടി ചേർത്താണ് ഡയറി എഴുതേണ്ടത്. ഡയറി എഴുതുമ്പോൾ അന്നത്തെ ഡേറ്റ് കൂടാതെ അന്ന് നടന്ന കാര്യങ്ങൾ കൃത്യമായി വളരെ നല്ലൊരു ഭാഷയിലാണ് തയ്യാറാക്കേണ്ടത്. ആക്ടിവിറ്റി 3 ഇമാജിൻ ദാറ്റ് യു ഹാവ് ടു സെൽ യുവർ മദേഴ്സ് ഓൾഡ് സ്മാർട്ട് ഫോൺ. പ്രിപ്പയർ ആൻ അഡ്വർടൈസ്മെൻറ്റ് ഫോർ എ ന്യൂസ് പേപ്പർ. യൂസ് ദ ഡീറ്റെയിൽസ് ബിലോ. ഇവിടെ നിങ്ങളുടെ അമ്മയുടെ ഒരു ഓൾഡ് സ്മാർട്ട് ഫോൺ സെൽ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് തയ്യാറാക്കേണ്ടത്. ന്യൂസ് പേപ്പർ നൽകുന്ന അഡ്വർടൈസ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ ഒരു ക്യാച്ചി ടൈറ്റിൽ നൽകുക. കൂടാതെ അതിനായുള്ള ഒരു ലേ ഔട്ടും അതോടൊപ്പം തന്നെ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ വാട്ടർ പ്രൂഫ് സ്ക്രീൻ ആൻഡ് ബോഡി, 12 GB റാം എക്സെട്ര ഇങ്ങനെയുള്ള പ്രധാന സ്പെസിഫിക്കേഷനും കൂടാതെ ഫോണിൻ്റെ ഒരു ചിത്രം കൂടി നിങ്ങൾക്ക് വരയ്ക്കുന്നത് കൂടുതൽ മാർക്ക് ലഭിക്കാൻ സഹായമാകും. ആക്ടിവിറ്റി 4 ഹിയർ ഈസ് എ പാസേജ് ജപ്പാനീസ് റൈറ്റർ ടെറ്റ്സുകോ കുറോയാങ്കി. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്, എഡിറ്റ് ദം. ഇവിടെ ഈ പാസേജ് എഡിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ ആദ്യമായി ഈസ് എന്ന സ്ഥാനത്ത് വാസ് എന്നാണ് ചേർക്കേണ്ടത്, കാരണം ഇതൊരു പാസ്റ്റ് ടെൻസിലുള്ള ഒരു പാസേജാണ്. അടുത്തതായി ബോൺ ഇൻ എന്നല്ല പറയുന്നത്, ബോൺ ഓൺ എന്നാണ് പറയുക. ബോൺ ഓൺ ഓഗസ്റ്റ് 9, 1933. അറ്റ് ടോക്കിയോ എന്നല്ല പറയുക, ഇൻ ടോക്കിയോ എന്നാണ് പറയേണ്ടത്. ഷീ വാസ് ബോൺ ഫോർ മോറിറ്റ്സുന കുറോയാങ്കി ആൻഡ് ചോ കുറോയാങ്കി എന്നല്ല പറയേണ്ടത്, ഫോറിന് പകരം 2 എന്നാണ് ഇവിടെ ചേർക്കേണ്ടത്. ഷീ കംപ്ലീറ്റ്സ് ഹെർ എഡ്യൂക്കേഷൻ എന്നത് കംപ്ലീറ്റ്സ് എന്നല്ല ഇവിടെ പറയേണ്ടത്, ഷീ കംപ്ലീറ്റഡ് ഹെർ എഡ്യൂക്കേഷൻ എന്നാണ് പറയേണ്ടത്. ആക്ടിവിറ്റി 5 പ്രിപ്പയർ എ ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹെലൻ കെല്ലർ. ഇവിടെ ഹെലൻ കെല്ലറിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് തയ്യാറാക്കേണ്ടത്. ഇവിടെ അതിനായുള്ള കുറച്ച് ഹിൻസ് നൽകിയിട്ടുണ്ട്. ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുമ്പോൾ ഹെലൻ കെല്ലർ എന്ന് തന്നെ ഹെഡിങ് നൽകാവുന്നതാണ്. കൂടാതെ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങളും പാഠഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി ചേർത്താണ് ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കേണ്ടത്. ആക്ടിവിറ്റി 6 ഒബ്സർവ് ദി ഗിവൺ പിക്ചർ ആൻഡ് റൈറ്റ് എ പാരഗ്രാഫ് ഡിസ്ക്രൈബിംഗ് ദ വേ ടു സ്കൂൾ ഫ്രം ലീനാസ് ഹോം.
ഈ ചിത്രം നിരീക്ഷിച്ച് ലീനയുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന ആ വഴിയെയും അതോടൊപ്പം തന്നെ അതിനുള്ള കാര്യങ്ങളും ആണ് എഴുതേണ്ടത്. ഇവിടെയാണ് നമുക്ക് കാണാം, ഇവിടെയാണ് ലീനയുടെ വീട്. ഇവിടെ നിന്നും തൂവൽ തീരം റോഡ്, അതിൻ്റെ സൈഡിലായി ഒരു സ്റ്റേഡിയം കാണാം, കൂടാതെ ഒരു ബാങ്ക് കാണാം. ആ വഴി പോയി അംഗൻവാടി റോഡിലൂടെയാണ്, റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെയാണ് സ്കൂളിലേക്ക് എത്തേണ്ടത്. അതിൻ്റെ വഴിയിൽ ഒരു പോസ്റ്റ് ഓഫീസ്, പാർക്ക്, അതോടൊപ്പം തന്നെ സ്കൂളിന് ഓപ്പോസിറ്റ് ഒരു ഐസ്ക്രീം ഷോപ്പ് എന്നിവയെല്ലാം നമുക്ക് കാണാവുന്നതാണ്. കൂടാതെ ഇവിടെ ഒരു ഡയറക്ഷൻ സിഗ്നൽ കൂടി നൽകിയിട്ടുണ്ട്. ഇതുകൂടി ചേർത്താണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ലീനയുടെ വീട്ടിൽ നിന്നും ഉള്ള വഴിയും അതിൻ്റെ സൈഡിലുള്ള കാര്യങ്ങളും കൂടാതെ റോഡിൻ്റെ പേരും ഒക്കെ ചേർത്താണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.